കേരളത്തിൽ കോൺഗ്രസ് വിജയിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാര സ്ഥാനമാനങ്ങൾ നിർണയിക്കുന്നതിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തേക്ക് വരികയാണ്. ഏതു വിധേനയും ഈ തെരഞ്ഞെടുപ്പിൽ നിലനിൽപ്പിന്റെ പോരാട്ടമായതുകൊണ്ട് എങ്ങനെയും വിജയിച്ചാൽ മതി എന്ന ടാക്ടിക്സ് പ്രയോഗിച്ചതിന്റെ ഭാഗമായി സകലമാന മതവർഗീയ വിഷയങ്ങളെയും ഒപ്പം നിർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ സീറ്റ് കുറച്ച് ഞങ്ങൾ തിരിച്ചുവരവിന് ഒരുങ്ങുന്നു എന്നുള്ള പ്രതീതി നിർമ്മാണമായിരുന്നു മുഖ്യ അജണ്ട. അതിന് കോൺഗ്രസ് ഇപ്പോൾ കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് വൻ വിലയാണ്. പുറത്തുവരുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കോൺഗ്രസ് വിജയിച്ച 3 മേഖലകൾ, അതായത് തെക്കൻ കേരളം, മധ്യ കേരളം, വടക്കൻ കേരളം, ഈ 3 ഇടങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചിരിക്കുന്ന കോർപ്പറേഷനിലോ പഞ്ചായത്തുകളിലോ അധികാര സ്ഥാനങ്ങൾ നിർണയിക്കുന്നത് 3 വർഗീയ ശക്തികൾ. അത് തെക്കൻ കേരളത്തിൽ RSS ആണ്. RSSനെ കൂട്ടുപിടിച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് സ്വാധീനം നഷ്ടപ്പെട്ടതുകൊണ്ട് RSSന് വിജയിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ അവിടേക്ക് കോൺഗ്രസുകാർ ക്രോസ് ഔട്ട് ചെയ്തു. നേരെ മറിച്ച് കോൺഗ്രസുകാർക്ക് വിജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ മോശം സ്ഥാനാർത്ഥിയെ നിർത്തിയും ഒപ്പം തന്നെ RSS BJP വോട്ടുകൾ കോൺഗ്രസിന് ക്രോസ് ചെയ്തു കൊടുത്ത് അവരുടെ സീറ്റ് നില ഒന്ന് മെച്ചപ്പെടുത്തി. പക്ഷേ ഗുണം കിട്ടിയത് RSSന്. പോരാത്തതിന് മറ്റുള്ള ഇടങ്ങളിൽ അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് തകർന്നു പോകാതിരിക്കാൻ RSS പരമാവധി സഹായിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് പലയിടങ്ങളിലും ആര് പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം, വൈസ് പ്രസിഡന്റ് ആകണം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാകണം എന്നതിനെ സംബന്ധിച്ച് ലിസ്റ്റ് കൊടുക്കുന്നത് RSSകാർ. സംശയമുള്ളവർക്ക് ഫീൽഡിൽ അന്വേഷിക്കാം. ഇത് മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ നേരത്തെ സംഘപരിവാറുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന കാസയാണ് പല സഭകളെയും സംഘപരിവാറുകാരുമായി അടുപ്പിച്ചത്. അതിനുവേണ്ടി പാലമായി പ്രവർത്തിച്ച കാസയോടാണ് മധ്യ കേരളത്തിലെ വിജയത്തിന് വേണ്ടി കോൺഗ്രസ് സഹായം തേടിയത്. അങ്ങനെ കാസയെ സംതൃപ്തിപ്പെടുത്തി കാസയുമായി നീക്കുപോക്കുണ്ടാക്കി മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ സംഘപരിവാറിന് കൂടി സ്പ്ലിറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ വോട്ട് സ്പ്ലിറ്റ് ആക്കാതെ കാസയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ മധ്യ കേരളം ഒന്നടങ്കം കോൺഗ്രസിന് വോട്ട് ചെയ്താൽ മതി എന്ന തീരുമാനത്തിലേക്ക് സഭാപിതാക്കന്മാരെ എത്തിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് കാസ എന്ന സംഘടനയാണ്. തെരഞ്ഞെടുപ്പിൽ അത് ഫലം കണ്ടു. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ പ്രശ്നം അധികാര കേന്ദ്രങ്ങളിൽ ആരൊക്കെ ഇരിക്കണമെന്നതിനെ സംബന്ധിച്ച് അവസാന വാക്ക് കാസയായിട്ട് മാറി. കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ ശേഷിയില്ലാത്ത അവസ്ഥ. വെറുതെ പൗഡറിട്ട് മുന്നിൽ ചിരിച്ചു നിൽക്കുന്നു എന്നതിനപ്പുറം സകല തീരുമാനങ്ങളുടെയും സ്റ്റിയറിംഗ് പ്രവർത്തിപ്പിക്കുന്നത് കാസയാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ദീപ്തി മേരി വർഗീസിന് അർഹതപ്പെട്ട വ്യക്തിയായിട്ടും സീനിയർ മോസ്റ്റ് ആയിട്ടും മേയർ സ്ഥാനം കിട്ടാതെ മിനിമോൾ എന്ന എറണാകുളം ജില്ലയിൽ പോലും ആർക്കും അറിയാത്ത ഒരു കൗൺസിലറിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിന്റെ പിന്നിൽ പക്കാ വർഗീയതയുണ്ടെന്ന് കഴിഞ്ഞൊരു വാർത്തയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇങ്ങനെ എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് നേടിയ മികച്ച വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ കാസ ഏറ്റെടുത്തുകൊണ്ട് കാസയാണ് ഏതൊക്കെ പഞ്ചായത്തിൽ ആര് പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം, ആര് മേയർ ആകണം, ആര് വേണം നയിക്കാൻ എന്നുള്ള കാര്യത്തിന്റെ കടിഞ്ഞാൺ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് വടക്കൻ കേരളത്തിൽ അഥവാ ലീഗിന് സ്വാധീനമുള്ള ഇടങ്ങളിലെത്തുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലുള്ളത്. ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ ലീഗിനല്ല, SDPI ജമാഅത്ത് ഇസ്ലാമിയുടെ സംയുക്തമായ പ്രവർത്തനമാണ് ലീഗിന് ഇങ്ങനെ ഒരു നേട്ടം എറണാകുളം മോഡലിൽ മലപ്പുറത്ത് നേടിയെടുക്കാൻ സഹായിച്ചത് എന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സഹായം തേടിയ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാർ അറിയിച്ചപ്പോൾ കോൺഗ്രസുകാർക്കും ലീഗന്മാർക്കും കയ്യും കെട്ടി പഞ്ചപുച്ഛമടക്കി മുട്ടുകുത്തി നിൽക്കേണ്ട അവസ്ഥ. അങ്ങനെ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും SDPIക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും ചേർന്നാണ് ഇപ്പോൾ ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവ ആകണമെന്ന് തീരുമാനമെടുക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് നേതൃത്വവും ലീഗ് നേതൃത്വവുമെല്ലാം വെറും നോക്കുകുത്തികളാക്കിക്കൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയിച്ചപ്പോൾ വർഗീയ സംഘടനകളാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ കോൺഗ്രസും ലീഗുമാണ്. പക്ഷേ ആ പുറമേയുള്ള കാഴ്ച മാത്രമേ ഉള്ളൂ, അകം പൊള്ളയായി മാറിക്കഴിഞ്ഞു. ആ അകം നിറഞ്ഞിരിക്കുന്നത് മുഴുവൻ കേരളത്തിലെ വർഗീയ സംഘടനകളാണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അതിന്റെ ആദ്യ പൊട്ടിത്തെറിയാണ് കൊച്ചിയിൽ കണ്ടത്. അർഹതപ്പെട്ട ഒരു വ്യക്തിയെ അവർ പോലും അറിയാതെ, അവരോട് ചർച്ച ചെയ്യാതെ വെട്ടിനിരത്തി ഒരു സുപ്രഭാതത്തിൽ ഒരു ഐഡന്റിറ്റിയും ഇല്ലാത്ത മിനിമോളിലേക്ക് ആ തീരുമാനമെത്തിയതിന് പിന്നിൽ ഈ വർഗീയ സംഘടനകൾ എന്ന ചാലക ശക്തി കോൺഗ്രസിനെ വിഴുങ്ങിക്കഴിഞ്ഞു എന്നതിന്റെ നേർ സാക്ഷ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ പൊട്ടിത്തെറികളും അതിന്റെ വിമർശനങ്ങളും.